റോഡിൽ വെച്ച് പൊതുജനങ്ങളൊക്കെ കാണേ ഉള്ള പോലീസിൻ്റെ അതിക്രമങ്ങൾ ഈ അടുത്ത സമയത്ത് ഒരുപാട് വർദ്ധിച്ചു വരുന്നു. ഒരു 2 ദിവസം മുമ്പ് അത് വളരെ വിഷ്വലായിട്ടെല്ലാം കാണിച്ചതാണ്, മീഡിയകളൊക്കെ കാണിച്ചതാണ്. മീഡിയകൾ ബ്രേക്ക് ചെയ്തത് വെളിയിൽ കൊണ്ടുവന്നു ഈ ഒരു ന്യൂസ്. അതായത് ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു. ഒരു പയ്യൻ കുറച്ച് ഒരു 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 ഏതാണ്ട് ആ ഒരു യുവാവെന്ന് പറയാൻ ഒരു 10-22 23 24 വയസ്സ് കാണും, അത്രയേ ഉള്ളൂ അവന് പ്രായം. മോട്ടോർ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നു. ഒരു പ്രൈവറ്റ് ബസ്സുണ്ടല്ലോ, കൊണ്ടുവന്നിട്ട് ഇവനെ ഇടിക്കുന്ന വിധത്തിൽ കൊണ്ടുവന്ന് വെട്ടി തിരിച്ച് ഇവൻ കഷ്ടിച്ച് അതിൻ്റെ പുറവശത്തെ വീൽ കയറി ഇറങ്ങാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടി മോട്ടോർ സൈക്കിൾ മാറ്റിയതിന് ശേഷം ഇവന് നിന്നങ്ങ് വിറച്ചു പോയി. ഇവൻ പെട്ടെന്ന് ഈ മോട്ടോർ ബൈക്ക് എടുത്ത് അതിൻ്റെ പുറകെ വന്ന് അതിൻ്റെ മുമ്പിൽ കയറ്റി, ബസ്സിൻ്റെ മുമ്പിൽ കയറ്റി, മുമ്പിൽ നിന്ന് നിർത്തി തടഞ്ഞില്ല, സൈഡിൽ ഫ്രണ്ട് ആ ഡ്രൈവറുടെ ഭാഗത്ത് നിർത്തിയിട്ട് കൈ കാണിച്ചു. ഉടനെ അവൻ നിർത്തി. എന്നാൽ അവൻ എന്ത് തോന്നിയ ദിവസം കാണിക്കാമല്ലോ, മണ്ടയിൽ ആനപ്പുറത്തിരിക്കുകയല്ലേ, അപ്പോൾ പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അപ്പോഴത്തേക്ക് ആളൊക്കെ കൂടിയിട്ട് ഈ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചു, നീ ഇയാൾ എന്നെ കൊല്ലാൻ പോയതല്ലേ, എന്താ കാര്യം, ഞാൻ എന്തോ ചെയ്തിട്ടാണ് റോഡിൽ കൂടെ എനിക്ക് പോയിക്കൂടെ, എനിക്ക് അവകാശം, ഇത്രയൊക്കെ ചോദിച്ചുള്ളൂ. അപ്പോഴത്തേക്കൊണ്ടേ ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്നു. പോലീസ് അതിൽ നിന്ന് ഒരു സബ് ഇൻസ്പെക്ടർ ആണെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് ഇറങ്ങി. ഒരു കനം കുറഞ്ഞ നീളമുള്ള ഒരാളാണ്, ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ആദ്യമേ ഇവനെ പിടിച്ചു. അന്നേരം സാറേ ഞാനൊന്നും ചെയ്തല്ല, എന്നെ താണ്ടി ഇതുപോലെ കൊല്ലാൻ വന്നാന്നൊക്കെ പറഞ്ഞു. അവിടെ ഇട്ട് അവനെ നാട്ടുകാർ കാണാൻ അങ്ങ് അടിച്ചു. അതിനുശേഷം അവനെ വലിച്ചഴിച്ച് ഈ പോലീസ് ജീപ്പിൽ കൊണ്ടിട്ട് അതിനകത്തോട്ട് കിട്ടങ്ങ് അടിച്ചു. ഇവനൊക്കെ ഇങ്ങനെ ആളുകളെ അടിക്കാനുള്ള അധികാരം ആര് കൊടുക്കുന്നു? ഇതുണ്ടോ? നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന ഒരു അവകാശമാണോ ഇത് അവൻ്റെ? ആ പവർ എങ്ങാനും കൊടുത്തിട്ടുണ്ടോ പോലീസിന്? അപ്പോൾ ഇതൊക്കെ ഈ തെരുവിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യർ ഇവരെക്കുറിച്ച് എന്ത് മോശമായിട്ടാണ് ഈ പോലീസിനെ കുറിച്ച് കണക്കാക്കുന്നതെന്നറിയാവോ? അപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പോലീസുകാർ വണ്ടി വന്നു കഴിഞ്ഞാൽ വാഹനം തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഡ്രൈവർ അകത്തിരുന്നാൽ മതി, ഇറങ്ങണ്ട. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ആകട്ടോ, ഇറങ്ങാൻ പാടില്ല, ഇരിക്കണം. അപ്പോൾ പോലീസുകാർ അടുത്തോട്ട് ചെന്ന് വളരെ ഭവ്യതയോടുകൂടി എന്താ സാർ കാര്യം എന്ന് ചോദിച്ച് എന്താ നടപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈനാണെങ്കിൽ അത് എഴുതി കൊടുക്കണം. ഇത് തന്നെ കാര്യം. അല്ലാതെ ഈ റോഡിലിറങ്ങി ഇന്ന് പിരിവും ഗുസ്തിയും ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു സംഭവം. അത് കഴിഞ്ഞ് എന്താ, അതാണ്ട് ഇവിടെ ഈ ചേർത്തല പണി നടക്കുന്നില്ലേ റോഡിൽ, അതായത് നമുക്ക് ഇവിടുന്ന് അരൂർ മുതൽ ചെറുതല വരെയുള്ള ഭാഗത്ത്, അവിടെ ഒരു ബസ് KSRTCയുടെ ബസ്സാണ് അലക്ഷ്യമായിട്ട് വളരെ വേഗതയിൽ കൊണ്ടുവന്നിട്ട് ഒരു വലിയ കുഴിക്കകത്ത് കട്ടറിനകത്തോട്ട് എടുത്തിട്ട് അതിലെ ചെളിവെള്ളം മുഴുവൻ ഒരു ബൈക്കുകാരൻ്റെ ദേഹത്ത് തെറിപ്പിച്ചു. അവൻ ഉടനെ അത് ചോദ്യം ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് വാക്കേറ്റമായി. സംഭവിച്ചെന്താ, ഈ യാത്രക്കാരെയും ഡ്രൈവറും അല്ലെ ഈ വണ്ടി റോഡിൻ്റെ നടുക്കിട്ടിട്ട് ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി അങ്ങ് പോയി. എന്ത് നല്ല ഔദ്യോഗിക കൃത്യനിർവഹണമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ചെയ്തതാണ്. ഇനി അതെല്ലാം പോട്ടെ, ഇന്നിപ്പോൾ രാവിലെ കാണാനിടയ ഒരു വാർത്ത മനസ്സിനെ വല്ലാതെ ബാധിച്ചു. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ഒരു മഞ്ചേരിയിലാണ് നമ്മൾ ഈ ബാങ്കിൽ നിന്ന് കറൻസി കൊണ്ടുപോകുന്ന വാഹനമുണ്ടല്ലോ, അത് ഹൈ സെക്യൂരിറ്റിയിലാണ് കൊണ്ടുപോകുന്നത്. അതിൽ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട്, പിന്നെ 2 ബാങ്ക് ഉദ്യോഗസ്ഥരും ഉണ്ട്. അങ്ങനെ പോവുകയാണ്, അടച്ചുമൂടിയൊരു വാഹനമാണ്. അതിൽ ഒരു ഡ്രൈവർ ഒരു പയ്യനെ വളരെ ഒരു നരുന്ത് പയ്യനെന്ന് നമുക്ക് പറയാം, വളരെ അവൻ ആരോഗ്യമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു പാവം. അവനെ കാക്കി ഉടുപ്പ് ധരിച്ചിരുന്നില്ല കേട്ടോ. മഞ്ചേരിയിലാണ്. വണ്ടി ഒന്ന് റോഡിൽ പോലീസ് വണ്ടി കൈ കാണിച്ച് നിർത്തി, പോലീസുകാരൻ കൈ കാണിച്ച് നിർത്തി, അവൻ അന്നേരം ഒതുക്കി നിർത്തി. ഇറങ്ങാളെ, എന്നെ ഇറങ്ങി വരാതിരിക്കാൻ ഒക്കത്തില്ല, പോലീസ് അടുത്തോട്ട് ചെല്ലേണ്ടതാണ്. മാത്രമല്ല ഈ കറൻസി കൊണ്ടുവന്ന വാഹനമാണ്. അതിൽ നിന്ന് ഈ ഡ്രൈവറൊന്നും അത് ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പാടുള്ളതല്ല, നിയമമുള്ളതാണ്. അതൊന്നും അറിയാൻ വയ്യാത്തവന്മാരല്ലല്ലോ ഇവന്മാർ. കാരണം അത് കറൻസി കൊണ്ടുവന്ന വാഹനമാണെന്ന് പോലീസിന് അറിയാം. അത് നിറച്ച് പണമാണ് ആ വണ്ടിയിൽ. അപ്പോൾ അത് റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഇവനെ ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പം പറഞ്ഞു, നീ കാക്കി ഉടുപ്പിട്ടിട്ടില്ല. ശരിയാണ്. അവൻ പറഞ്ഞു, ഇന്ന് പറ്റിയില്ല സാറേ, ആകെ 15,000 രൂപ ശമ്പളം കിട്ടുന്നവനാണ്, മാസം 15,000 രൂപ സാലറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, 15,000 രൂപ ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര രൂപയാണ്? 500 രൂപ അവൻ്റെ വരുമാനം. അതാണ് ഉള്ളത്. അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉമ്മായും വാപ്പായും ഉണ്ട് കേട്ടോ.
പിന്നെ അവൻ്റെ സഹോദരങ്ങൾ, അതായത് അവർ പ്രാപ്തിയില്ലാത്തവരാണ്. അതേപോലെ അവന് അടുത്ത കാലത്ത് കല്യാണം കഴിച്ച അവൻ്റെ ഭാര്യ. ഇത്രയും പേർക്ക് ചെലവിന് കൊടുക്കാനാണ് ഈ ദിവസം 500 രൂപ ശമ്പളത്തിൽ അവൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, കാക്കി ഉടുപ്പ്. കാക്കി ഉടുപ്പിട്ടില്ലെങ്കിൽ എല്ലാം മാറുമല്ലോ, മൊത്തം മാറും. കാക്കി ഉടുപ്പിട്ടാൽ ഒരു പ്രശ്നമില്ല, യാതൊരു കുഴപ്പമില്ല. അവൻ കാക്കി ഉടുപ്പിടാൻ പറ്റിയില്ല. ശരി, അവൻ നിയമവിരുദ്ധമായിട്ട് ചെയ്തു, അവനൊരു ഫൈൻ അടിച്ചു കൊടുത്തോളൂ. അപ്പം 250 രൂപ അടയ്ക്കണം. അയ്യോ സാറേ, അത് കൂടുതലല്ലയോ? 250 രൂപ അടയ്ക്കണം. ഒന്നും അനങ്ങിയില്ല. എന്നിട്ട് അവന് ഈ രസീത് എഴുതി അങ്ങോട്ട് കൊടുത്തു. രസീത് ഏതാണ്ട് മിഷൻ പോലുള്ള ഒരെണ്ണത്തിൽ നിന്ന് അല്ലേ അടിച്ചങ്ങോട്ട് കൊടുക്കുന്നത്. അവൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോൾ 500 രൂപ. സാറേ, എനിക്ക് 500 രൂപ ശമ്പളമുള്ള ഒരു ദിവസം ഞാൻ എന്തോ ചെയ്യും? എനിക്ക് ഒരു മാർഗ്ഗമല്ല സാറേ, 250 എന്ന് പറഞ്ഞാലേ. ഇവൻ കെഞ്ചുകയാണ്. ഒരു ചെറുപ്പക്കാരൻ നട റോഡിൽ നിന്ന് ഈ പോലീസുകാരൻ്റെ അടുത്ത് കെഞ്ചുകയാണ് ഈ 250 രൂപ കുറച്ചു കൊടുക്കാൻ. കാരണം അവൻ്റെ അടുത്ത് പറഞ്ഞത് 250 രൂപ എന്നാണ്. 500 രൂപ കൊടുത്തപ്പോൾ അവന് താങ്ങാൻ പറ്റുന്നില്ലത്. അപ്പം ആ പോലീസിലെ വാഹനത്തിൻ്റെ ഡ്രൈവർ എടുത്തതുകൊണ്ട് നൗഷാദ്, ഇവൻ്റെ പേര് ജാഫർ എന്നാണ് ഈ പയ്യൻ്റെ പേര്. ഈ നൗഷാദ് ഇങ്ങോട്ട് വന്ന് ഈ ജാഫറിൻ്റെ കരണത്ത് തുരി അങ്ങ് അടിക്കുക. പോയി എന്തിനാ അടിച്ചെന്ന് ചോദിച്ചാൽ അവന് പറഞ്ഞൂടാ, ഈ അടി കൊണ്ടവനും അറിഞ്ഞൂടാ. യമൻ ഒന്നും ചെയ്തില്ല. യമൻ അവരെ ചീത്ത വിളിക്കുകയോ അവരെ റെസിസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. എന്നിട്ട് വിട്ടോ. എന്നിട്ട് യവനെ ഉണ്ടല്ലോ പിടിച്ച് പോലീസ് ജീപ്പിലെ പ്രതികളെ കൊണ്ടുവന്നാരി പിടിച്ച് വലിച്ച് നേരെ ജീപ്പിനകത്തോട്ടിട്ട് അവനെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അവനെ ഉപദ്രവിച്ചെന്ന് അവർ പറയുന്നില്ല കേട്ടോ, ഉപദ്രവിച്ചില്ല. അവിടെ CI ഒക്കെ ഉണ്ടായിരുന്നു, CI ഓഫീസിലാണ്. അവിടോട്ട് കൊണ്ടുപോയപ്പം ഇവനെ എന്താ ഉണ്ടായെന്ന് അതിന് മുമ്പേ ഈ നൗഷാദ് കയറി CI എടുത്ത് ഏതാണ്ടൊക്കെ ഓതി കൊടുത്തിട്ടുണ്ട്. യമൻ വലിയ അഹങ്കാരിയാണെന്നായിരിക്കും അവൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്, അല്ലാതെ പറയാൻ ഒക്കത്തില്ല. നാട്ടുകാർ മുഴുവൻ കണ്ട സംഭവമാണ് ഇത്. തൊട്ടടുത്ത് വന്ന ഒരു ഇന്നോവ കാറ്, അതിനകത്ത് ആളുകളുമായിട്ട് അവൻ ബഹളം ഉണ്ടാക്കി ഈ നൗഷാദ്. അതുകൊണ്ട് അവരെന്തെന്നറിയാമോ, ഇത് മുഴുവൻ ഷൂട്ട് ചെയ്ത്, ഇത് മുഴുവൻ അവർ ക്യാമറയിലെടുത്തു. അതുകൊണ്ടാണ് ഇത് പുറത്ത് വന്നത്. ആ വിഷ്വൽ മുഴുവൻ ഉണ്ട് ഇപ്പം. അപ്പോൾ ഇത് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് CI അടുത്തോട്ട് ഇവനൊക്കെ കൊണ്ടുപോയി. CI ആദ്യമേ ഇവനെ അങ്ങോട്ട്, നീ ഭയങ്കര അഹങ്കാരിയാ, നീ അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തു, നീ പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സം ചെയ്ത്. ഈ പാവൻ ഡ്രൈവറെ ഈ 500 രൂപ ശമ്പളമൊക്കെ അവൻ പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ ശല്യം ചെയ്തെന്ന്. ഇതെന്ന് പറഞ്ഞാൽ അവൻ കരണക്കുറ്റിക്ക് അടിച്ചപ്പോൾ ഈ മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുത്തില്ല. അവൻ ഗാന്ധിജിയുടെ ശിഷ്യനല്ലായിരുന്നെന്നാണ് അവൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതാണ് സംഭവം. ആ കരണക്കുറ്റി ഇഷ്ടം പോലെ അവനെ അടിച്ചതിന് അവന് അവസാനം എന്തോ ഒരു പേപ്പർ അങ്ങോട്ട് കൊടുത്തു. അവൻ്റെ കൈപ്പടയിൽ എഴുതാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു, പക്ഷേ എനിക്ക് പരാതിയില്ല. ഇത് അവൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കാനാണ് ഈ CI ചെയ്ത പണി. എന്നിട്ട് അവനെ 1 മണിക്കൂറേ അവനെ അവിടെ ഇരുത്തിയുള്ളൂ കേട്ടോ. അവനെ അങ്ങ് പറഞ്ഞയച്ചു. ഈ വണ്ടി റോഡിൽ കിടക്കുകയാണ്, കറൻസി ഉള്ള വണ്ടി റോഡിൽ കിടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് ഈ പോലീസുകാരെ കാണിച്ചേക്കുന്ന ഇതിൽ. എന്നിട്ട് ഈ നൗഷാദ് അവനെ ഈ വിഷ്വൽ പുറത്ത് വന്നല്ലോ, ഇത് എല്ലാം മീഡിയ ബ്രേക്ക് ചെയ്ത് ഇത് മുഴുവൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാം, അവന് വലിയ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അവനെ തൊട്ട് അടുത്തുള്ള മലപ്പുറം പോലീസ് ക്യാമ്പിലേക്ക്, ആംഡ് പോലീസ് ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. വലിയ ശിക്ഷ കൊടുത്തേക്കുന്നത് കേട്ടോ. അവന് സുഖമാണ്, ഇനി അവിടെ വണ്ടി ഓടിക്കണ്ടല്ലോ. മറ്റേതാകുമ്പോൾ ട്രാഫിക്കിൽ ഒരുപാട് ജോലിയുണ്ട്. ഇത് ട്രാഫിക്കിൽ നിന്ന് മാറ്റി സൗകര്യമായിട്ട് ഈ പയ്യനെ അടിച്ചതിന് അതാണ് അവന് കൊടുത്ത പ്രതിഫലം. ഈ പയ്യനെ നട റോഡിൽ വെച്ച് അടിച്ച് ഇത്രയും നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയ ഒരുത്തിന് കൊടുത്ത ശിക്ഷയാണ് അവനെ തൊട്ടടുത്ത പോലീസ് ക്യാമ്പിലോട്ട് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇതാണോ ശ്രീ പിണറായി വിജയൻ നിങ്ങളുടെയൊക്കെ പോലീസ്? നിങ്ങൾ കണ്ണു തുറന്ന് കാണണം. ഇത് ജനങ്ങളുടെ കരച്ചിലാണ്. ഇത് നിങ്ങൾ കാണണം. ഈ നൗഷാദ് എന്ന് പറഞ്ഞ 500 രൂപ ദിവസം ശമ്പളം, ഈ ജാഫർ എന്ന് പറയുന്ന 500 രൂപ ശമ്പളക്കാരൻ ഒരു ദിവസം അവന് ചെയ്താൽ കിട്ടുന്ന അതാണ് അവൻ്റെ ജോലി. അവൻ കാക്കി ഉടുപ്പിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അവൻ കാക്കി ഉടുപ്പ് ഇടാൻ പറ്റി കാണത്തില്ല. അത് തന്നെ ഈ മഴയായിട്ടൊക്കെ ഇതൊന്നും ഉണങ്ങി കിട്ടത്തൊന്നുമില്ല. അവൻ കാല് പിടിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ പറ്റിയതാന്നൊക്കെ. അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അവനെ വെറുതെ ഒരു പ്രകോപനവും ഇല്ലാതെ. ഇതേപോലെ മാനസിക രോഗികളാണോ പോലീസിലുള്ളത്? നിങ്ങളൊക്കെ ചിന്തിക്കണം. ഈ നൗഷാദ് എന്ന് പറയുന്നവനുള്ള മാനസിക രോഗികളെയാണോ പോലീസിൽ വെക്കേണ്ടത്? ഇവനൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. വെറുതെ ആവശ്യമില്ലാതെ ഒരു പയ്യനെ ഉപദ്രവിക്കുകയാണ്, ഒരു നിവൃത്തിയില്ലാത്തവനെ. അവൻ പാവമായി പോയത്, അവന് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ടാണല്ലോ അവനെ അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞതുപോലെ ഇത് എഴുതി കൊടുത്ത് എനിക്ക് പരാതി ഒന്നുമില്ല എന്ന് എഴുതി കൊടുത്തിട്ട് വരാനിടയായത്. ഇപ്പം നൗഷാദ് ജാഫർ തിരിച്ചറിയുന്നുണ്ട് അവന് പരാതി ഉണ്ടെന്ന്. ആശുപത്രിയിൽ പോയിട്ടുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്.
അതും കൂടാതെ ഇനി അയാൾ പരാതി എഴുതി കൊടുക്കുന്നുണ്ട്, പോലീസ് സൂപ്രണ്ടിനൊക്കെ പരാതി കൊടുക്കുന്നുണ്ട്. ഇതിന്മേൽ കർശനമായ നടപടി വേണം. ഇതുപോലെ തെരുവിലുണ്ടല്ലോ ഈ ഗുണ്ടായുസം കാണിക്കുന്ന പോലീസ്, അവർ പോലീസുകാരല്ല എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. അതാണ് വേണ്ടത്. നാട്ടിൽ നീതി നടക്കണം. അതാകട്ടെ ചെയ്യേണ്ടത്.